ഭ്രമയുഗത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കുഞ്ചമൺ പോറ്റി എന്ന കഥാപാത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. തുടങ്ങുന്നതിന് മുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പരാമർശിക്കുന്ന കഥാപാത്രമാണ് കുഞ്ചമൺ പോറ്റി. കത്തനാർ സീരിയലുകളിലൂടെയും സിനിമകളിലൂടെയും പ്രേക്ഷകർക്ക് പരിചിതമാണ് കുഞ്ചമൺ പോറ്റിയെ. കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി കൈതേപ്പാലത്തിനടുത്താണ് കുഞ്ചമൺ ഇല്ലം സ്ഥിതി ചെയ്യുന്നത്. ഈ കുടുംബത്തിൻ്റെ മൂലകുടുംബം മാവേലിക്കരയിലായിരുന്നു. തെക്കുംകൂർ രാജാവിന് പ്രിയപ്പെട്ടവരായിരുന്നു കുഞ്ചമൺ ഇല്ലത്തെ നമ്പൂതിരിമാർ. പല കാര്യങ്ങൾക്കും ഉപദേശം തേടി ഇവരെ തെക്കുംകൂറിൻ്റെ ആസ്ഥാനമായ കോട്ടയത്തേക്ക് വിളിച്ചു വരുത്തുക പണ്ട് പതിവായിരുന്നു. ഇത്തരം യാത്രകൾ പതിവായതോടെ തെക്കുംകൂർ രാജാവ് മാവേലിക്കരയിൽ നിന്ന് കുഞ്ചമൺ ഇല്ലക്കാരെ ഞാലിയാക്കുഴിയിലേക്ക് കൊണ്ടുവരികയായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. മാവേലിക്കരയിൽ കുഞ്ചമൺ ഇല്ലം എന്നാണ് ഈ ഇല്ലം അറിയപ്പെട്ടിരുന്നത്. ഇവിടെ എത്തിയപ്പോൾ പുഞ്ചമൺ ഇല്ലം എന്നും നമ്പൂതിരിമാരെ പോറ്റിയെന്നും ഇവിടുത്തുകാർ വിളിച്ചു തുടങ്ങി. കടമറ്റത്തു കത്തനാരും പുഞ്ചമൺ പോറ്റിയും മാന്ത്രിക വിദ്യയിൽ കൊമ്പുകോർത്തത് ഇവിടെ വെച്ചെന്നാണ് ഐതിഹ്യം പറയുന്നത്. മിടുക്കരായ രണ്ട് മാന്ത്രികർ കണ്ടുമുട്ടിയതും അത് അവർ പരസ്പരം കേമത്തം തെളിയിക്കാനുള്ള അവസരമാക്കിയതും ഇവിടെ വെച്ചാണെന്ന് ഐതിഹ്യമാലയിൽ പറയുന്നു. പുഞ്ചമൺ പോറ്റിക്ക് മന്ത്രവാദം കുലത്തൊഴിലായിരുന്നു. കടമറ്റത്ത് കത്തനാർ ജാലവിദ്യയിൽ കേമനും. പോറ്റിയുടെ ക്ഷണം അനുസരിച്ച് കത്തനാർ അങ്ങനെ ഒരിക്കൽ പുഞ്ചമൺ ഇല്ലത്തെത്തി. തുഴക്കാരനില്ലാത്ത വഞ്ചി മാന്ത്രിക ശക്തിയാൽ തുഴഞ്ഞായിരുന്നു കത്തനാരുടെ വരവ്. അത് കണ്ട് പുഞ്ചമൺ പോറ്റിക്കൊരു കുസൃതി തോന്നി. അതിനുശേഷം തിരിച്ചു പോകാനായി കത്തനാർ കടവിലെത്തിയപ്പോൾ വഞ്ചി അടുത്തുള്ള മരത്തിൻ്റെ മുകളിൽ കാണപ്പെട്ടു. എന്നാൽ ഇത് ഭൃത്യന്മാരുടെ കുസൃതിയാകാമെന്നും കത്തനാർ സ്വയം താഴെ ഇറങ്ങിക്കോളൂ എന്നുമായി പോറ്റി പറഞ്ഞു. അങ്ങനെയെങ്കിൽ വഞ്ചി ഇറക്കാൻ ഇല്ലത്തെ സ്ത്രീകളെ തന്നെ കൊണ്ടുവരണമെന്നായി കത്തനാരുടെ ജാലവിദ്യയിൽ വിശ്വാസമുണ്ടായിരുന്ന പോറ്റി അത് വേണ്ടെന്ന് സൂചിപ്പിച്ച് സ്വന്തം മാന്ത്രിക വിദ്യയിലൂടെ വഞ്ചി താഴെ ഇറക്കി കൊടുത്തു എന്നാണ് ഐതിഹ്യം. കൊട്ടാരത്തിൽ ശങ്കുണ്ണി 1909 മുതൽ 1934 വരെയുള്ള കാലഘട്ടത്തിൽ 8 ഭാഗങ്ങളായാണ് ഐതിഹ്യമാല പ്രസിദ്ധീകരിച്ചത്. ഇതിലെ 18ാമത്തെ ഐതിഹ്യ കഥയിലാണ് കുഞ്ചമൺ പോറ്റിയെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഭദ്രകാളിയെ ഉപാസിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ മറ്റപ്പള്ളി നമ്പൂതിരിയെ ഒരു കുസൃതിയിലൂടെ പന്തയം വെച്ച് കുഴിയിൽ ചാടിച്ച കുഞ്ചമൺ പോറ്റിയുടെ രസകരമായ കഥ പ്രശസ്തമാണ്. കുഞ്ചമൺ പോറ്റി ഒഴിച്ചാൽ ഒഴിയാത്ത ചാത്തൻ എങ്ങുമില്ലെന്നാണ് വിശ്വാസം. ആഭിചാരക്രിയ ചെയ്ത് ആദ്യമായി ചാത്തനെ നേരിട്ട് വരുത്തിയ ആളായാണ് കുഞ്ചമൺ പോറ്റിയെ ഐതിഹ്യമാലയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കടമറ്റത്ത് കത്തനാരുടെ അടുത്ത സുഹൃത്തായിരുന്ന കുഞ്ചമൺ പോറ്റി പിന്നീട് അദ്ദേഹവുമായി തെറ്റിയതായും ചരിത്രം പറയുന്നു. കലാനിലയത്തിൻ്റെ കടമറ്റത്തു കത്തനാർ എന്ന നാടകത്തിലും കുഞ്ചമൺ പോറ്റി ഒരു കഥാപാത്രമായി കടന്നു വന്നിരുന്നു. എങ്കിലും ഐതിഹ്യമാല തന്നെയാണ് കുഞ്ചമൺ പോറ്റി അടക്കമുള്ള മാന്ത്രിക കഥാപാത്രങ്ങളുടെ പ്രധാന റഫറൻസ്. കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഐതിഹ്യങ്ങളെല്ലാം സമ്പാദിച്ചു ചേർത്ത് 8 ഭാഗങ്ങളിലായി 25 വർഷങ്ങൾക്കിടയിലായി കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ബൃഹത് ഗ്രന്ഥമാണ് ഐതിഹ്യമാല. ഇത് ഒരിക്കലും ചരിത്രമല്ല, ഫാക്റ്റും ഫിക്ഷനും ചേർത്ത ഒരു രചനയാണ്. കേട്ടുകേൾവികളും അതിശയോക്തി കഥകളും പലയിടത്തായി പടർന്നു കിടക്കുന്ന മാന്ത്രിക താന്ത്രിക കഥകളെല്ലാം ചേർത്ത് ഒരുമിച്ച് ഒരു പുസ്തകമാക്കുക എന്ന ഭാരിച്ച പ്രവൃത്തിയാണ് അന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ചെയ്തത്. ഭ്രമയുഗത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കുഞ്ചമൺ പോറ്റി അഥവാ പുഞ്ചമൺ പോറ്റി എന്ന പേരിനെതിരെ സിനിമയിലെ കഥാപാത്രം ദുർമന്ത്രവാദങ്ങളും മറ്റും ചെയ്യുന്നതായി കാണിച്ചിരിക്കുന്നതിനാൽ തങ്ങളുടെ കുടുംബത്തിന് സൽകീർത്തിയെ ബാധിക്കുമെന്ന് ഇല്ലക്കാരി പരാതി പറഞ്ഞതിനെ തുടർന്ന് കഥാപാത്രത്തിൻ്റെ പേര് കൊടുമൺ പോറ്റി എന്നാക്കി മാറ്റി. പുഞ്ചമൺ ഇല്ലത്ത് ഇപ്പോഴുള്ളത് പുതിയ തലമുറയാണ്. ഇപ്പോഴത്തെ ഇല്ലം തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പുതുക്കി പണിതു. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.
അടുത്ത തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.